അപ്പോൾ ഇതാണ് ഞാനില്ലാത്തപ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥ. എൻ്റെ മക്കളും ഭാര്യയും മായയും ഇവരെ കൂടെ നീയും. അയ്യോ അയ്യോ മായ നീ കരയണ്ട, അത് പോട്ടെ പോട്ടെ. എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നാലും നിങ്ങൾ എൻ്റെ ഒരു പാട്ട് പോലും ഇവിടെ ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അച്ഛൻ പാടച്ച അതിന്റെ പാടടിച്ച് ഒരുപാട് നാളായി അല്ലേക്കോ? അല്ലേ അല്ലേ? അത് തന്നെ അച്ഛാ, അച്ഛൻ പാട്. അച്ഛനെ പാട്ടടിച്ച് ഒരുപാട് നാളായി. പാടിക്കോ. മായെ പാടട്ടാ. അതിനൊക്കെ എന്തിനായിട്ട് അനുവാദം ചോദിക്കുന്നേ? ചേട്ടൻ പാട്. ഫുൾ സപ്പോർട്ട് ഉണ്ട് എന്നെ. നന്നായി പാടിക്കും. दा पिछो ये से तू ऐ खनखना है मुस्कुरा है छोटा छोटा फाते वो कुरा है ऐ इंदरा है बाज मिला है मैं तू प्यार हो से तो मनुष्य നിർത്തിക്കോ. അയാളുടെ ഒരു കൺകരാലി ഒരു അവസരം വെച്ച് അത് തലവടയെ വെച്ച് ഓടിക്കും. ഞാൻ പാത്രം അഴുകിട്ടുന്ന റൂമിൽ കയറി മാറ്റി അയാളുടെ കിട്ടാനുള്ളൊക്കെ വാങ്ങിച്ചല്ലോ. പിന്നെ പൊക്കോ. എൻ്റെ ജീവിതം ഇങ്ങനെ പാത്രം കഴുകി നശിക്കും. അതിനിപ്പോൾ എന്താ അച്ഛാ? അന്ന് പുതിയൊരു കാര്യമേ അല്ലല്ലോ അച്ഛന്. അച്ഛൻ വേഗം ചെല്ലാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വരും. ആ ഞാൻ പോവാം. ഇന്ന് എന്നെ അജി സഹായിക്കും. ലേടാച്ച്. ഓ പിന്നെ സഹായിക്കാലോ. ഡോർ ഓപ്പൺ ആ വഴി പൊക്കോ. അയ്യോ അച്ഛൻ്റെ അച്ചൂട്ടാ. ഇവിടെ പതയൂല അച്ഛാ. അച്ഛൻ വേഗം വിട്ടോ, അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരും. എന്റെ പൊണ്ണ ചതിക്കരുത്, ഞാൻ കാല് പിടിക്കും. ഞാൻ പോണം, പോയി കഴുകി തരാം. അല്ലെങ്കിൽ അവിടെ നിന്ന് ബെഡ്റൂം കയറ്റൂല. മോളെ മായേ, നീ കുറച്ച് സുന്ദരിയായിട്ടുണ്ടല്ലോ ഇപ്പം. എന്താ മായേ? ഒന്നുമില്ല, ഞാൻ പാത്രം കഴുകിക്കോളാം. നോക്കടാ, കഴിച്ചു. എന്താ വരാത്ത വലിയ പീസ്. പിന്നെ എന്തൊക്കെയുണ്ട് കുക്കി? പുതിയ കോളേജൊക്കെ എങ്ങനെ ഉണ്ടടാ? കൊള്ളാവോ? ഒപ്പിച്ചു വന്നോ? ഒരു മുട്ടം പണി ഒപ്പിച്ച് അതും കൈ പിടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഷേ ആരാടാ കക്ഷി? ആദ്യമായിട്ടാണ് എൻ്റെ പുന്നാര മോള് അടിയായിട്ട് വന്നേ. അച്ഛന് ആളെ മനസ്സിലായോ? നമ്മുടെ ദേവനെയാണ് പറയണത്. മറ്റേ ദേവൂട്ടനില്ലേ, എന്റെ ചങ്ക് ദേവൂട്ടനാണ് ഈ പറയുന്നത്. ആര്? അർണവ് മോനെ വെച്ചാ? അവനെ വെച്ചാണോ? ആ അർണവ് മോനുമായിട്ട് എന്നെ നിങ്ങളുടെ മോള്. അച്ചൂടെ നിനക്ക് അറിയില്ലായിരുന്നോ? അതെന്റെ ഫ്രണ്ടിന്റെ മോനാ. നിനക്കറിയില്ലേ? നീ കണ്ടിട്ടില്ലേ? ഇല്ല അച്ഛാ, എനിക്ക് അറിയൂലായിരുന്നു. ഓ പിന്നെ വന്നു കൊടുത്താലും മതി. ആ അത് വിടൂ, അത് പോട്ടെ. ആ പിന്നെ എടാ അജു, നീ എന്നാ ഇനി കോളേജ് ജോയിൻ ചെയ്യണേ? ടാ എന്താ ടേസ്റ്റ്. കുറച്ച് ചിക്കനും കൂടെ വാങ്ങുന്നു. എന്നാ അടിപൊളിയാണ്. ഇത് എന്താ കാണിക്കണേ? ഇതാ അജു. ഓ എന്താ അച്ഛൻ വിളിക്കണേ? എന്താ ചോറ് വേണോ? ഇതാ ചോറല്ല, ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയും. വീട്ടാന്നൊരു കാര്യമേ ഉള്ളൂ. എടാ നീ എന്നാ കോളേജിൽ ജോയിൻ ചെയ്യണേ? ഓ അങ്ങനെ നാളെ കുക്കിയുടെ കോളേജിൽ തന്നെയാ. കുക്കി നാളെ നമുക്ക് ഒത്തുപോവാം കേട്ടാ. ആ സബാഷ്, ഇനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ആ പോവാം. അമ്മ ഞാൻ പോണേ. അച്ഛാ ഞാൻ പോണേ. എനിക്ക് ഉറക്കം പറയണം. അത് നാളെ എന്നെ വിളിക്കണേ. ഫോണിൽ കളിക്കാതെ പോയിട്ടാണ് ഉറങ്ങണം കേട്ടാ. ഓക്കെ മമ്മി. ഇതെന്താ എടുക്കാത്തെ? കുക്കി ഒന്ന് പാടി. വന്ന് വാ. എന്ത് ലാഗാടി നീ? ഒന്നാമത് ലേറ്റായി. വാ. ആ ഓക്കെ അമ്മ പോവാ ഞങ്ങള്. ബൈ. എടാ എന്താണ് ഒരു കള്ളത്തരം നിനക്ക്? ഭയങ്കര ഒരു എനർജി ആണല്ലോ. അല്ലെങ്കിൽ ഇതൊന്നും കാണാറില്ലല്ലോ. എന്തേലും പണി വെട്ടിച്ച് വെച്ചിട്ടുണ്ടോ? പൊഴുകുഞ്ഞേ
എനർജി ഇല്ലായിരിക്കും. എന്റെ അളിയൻ്റെ കൂടെ ഇനി ഞാൻ ഉള്ളത്. ആ ബസ് ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. പിന്നെ അളിയനെ വല്ല പറഞ്ഞോണ്ടല്ലോ നിന്നെ കാറിന്റെ അവിടുത്തെ തറ ഇടിഞ്ഞു. പിന്നെ നീ വല്ല നല്ല കമ്പനിയാണോ? പിന്നെ അടിപൊളിയാണ്, അതിന് സൂപ്പറാണ്. ഞാനോട് നല്ല കമ്പനിയാണ്. ഫസ്റ്റ് ഡേ തന്നെ നല്ല കമ്പനിയായി. നിനക്ക് എന്താ നീ എന്താ ചോദിച്ചത്? എന്താ ഒന്നുമില്ല, തവണയോട് ഇറങ്ങിക്കോ. ഞാൻ ഓഫീസിൽ നിന്ന് പോയിട്ട് വരാം. ശരി. ഓക്കെ ഓക്കെ. എടാ വൈകിട്ട് ഞാൻ സ്റ്റേജിൻ്റെ അവിടെ കാണുമേ, അവിടെ വന്നാൽ മതി. ബൈ. എന്തോ അയ്യോ കടലിൽ കാണുമെന്നാണല്ലോ പറഞ്ഞേ. ഈശ്വരെ കാണണോ? ഇനി കാണാതെ ക്ലാസ്സിൽ പോയാലോ? അയ്യോ എനിക്ക് പേടിയാവുന്നു. നോക്കിയേക്കാം. അയ്യോ അവിടെ തന്നെ ഇരിപ്പുണ്ട്. കടിക്കാരേടി ധൈര്യം സംഭരിക്കും. സാർ യെസ്. ഓ അദ്വികയായിരുന്നു. വാ കയറി വാ. എന്തിനാ സാർ എന്നെ ഇന്ന് കാണാൻ പറഞ്ഞിരുന്നു? എന്താ? ഓ അപ്പൊ നിനക്ക് സ്വീറ്റായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ അറിയാം. ഞാൻ കുറച്ച് റൂഡായിട്ട് മാത്രമാണെന്ന്. പിന്നെ എന്തടി അന്ന് നടന്നു പോയോ? സാർ ഇത് പറയാനാണോ എന്നെ ഇന്ന് വിളിപ്പിച്ചേ? ഇത് പറയാനല്ല, വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത്. അതിനെന്താ സാർ ഇങ്ങനെ അടുത്തേക്ക് വരുന്നേ? അവിടെ നിന്ന് സംസാരിക്കേ, അടുത്തേക്ക് വരണ്ട. ഞാൻ പോണു. ഹേ റിലാക്സ് റിലാക്സ്. എന്താടി പേടിയാണോ? എൻ്റെ ഹാർട്ട് നല്ല ഫാസ്റ്റിനാണ് അടിക്കുന്നത്. പൊട്ടി പോടിയതിപ്പോ. അത് മാറതിക്ക്, എനിക്ക് പോണം. എവിടെ പോവാടി? ഇങ്ങോട്ട് പാടി. I'm sorry. താൻ പൊക്കോ. സോറി. ഞാൻ പോവാ. അതെന്തായിരുന്നു ക്യൂട്ട്. ഞാനിപ്പോ എന്താ പറഞ്ഞേ? അയ്യോ ആവശ്യമില്ലാതെ മനസ്സിൽ കയറ്റി വെക്കല്ലേ. മാച്ചടാ. എന്താടി പോത്തെ പേടിച്ചു? വിളിച്ചിട്ടുണ്ടാടി ഫോൺ എടുക്കാത്തെ? പിണക്കാണോ? എടി പൂച്ചക്കുഞ്ഞെ സോറി. ഞാൻ പറഞ്ഞാണല്ലോ എന്റെ അനിയത്തി പഠിക്കാൻ പറഞ്ഞതെന്ന്. ഞാൻ നിനക്ക് അറിയായിരിക്കും. സോറി എടി, ഒന്ന് ക്ഷമിക്ക്. മോടി ശരിയാക്കാൻ വേണ്ടി ചെറിയൊരു മൊത്തവും വരട്ടെ. ഇവിടെ വാടി, മുഖത്തോട്ട് നോക്കടി. ഇപ്പൊ മൂടാക്കിയല്ലോ. ഇപ്പൊ എത്ര ഉള്ളു? ബാക്കി പിന്നീട് ഞാൻ പോയി ജോയിൻ ചെയ്തിട്ട് എടുക്കാം. എന്നാലും എനിക്കിതെന്താ പറ്റി? അയാള് അങ്ങനെ ഞാൻ എന്താ ഇതൊന്നും പറയാത്ത? എൻ്റെ ഹാർട്ട് എന്തിനാ ഇത്ര സ്പീഡിൽ അടിച്ച്? ഇനി എനിക്ക് അയാളുടെ വല്ല പ്രേമം വല്ലയാണോ? കേഡ്രാമയെ പോലെയൊക്കെ വേണ്ടാടാ, എനിക്ക് തോന്നാൻ ഇഷ്ടമല്ല. മറച്ച ഏത് ടോപ്പിൽ പോയി കിടക്കുക? കാണാനുമില്ല. എവിടേക്കെന്നോ? ഇത് കുക്കിയല്ലേ? കുക്കി എന്താടി ഇത് ചത്തിരിക്കാണ്? നീ എവിടെ നോക്കി? നീ എവിടെ കിടക്കായിരുന്നു? അത് പിന്നെ അത് നീ എവിടെയായിരുന്നു? നീ എവിടെയായിരുന്നടി? നിന്നെ എവിടെയൊക്കെ ഞാൻ നോക്കിയെന്നറിയാമോ? എവിടെയൊക്കെ നീ എന്താ കിതയ്ക്കുന്നേ? അത് ഞാൻ ഇവിടെ ഓഫീസ് റൂമിൽ, അല്ല സ്റ്റാഫ് റൂമിൽ, ഓഫീസ് റൂമിൽ, ഓഫീസിൽ നിന്ന് പോയിരുന്നടി. ബുക്ക് കൊടുക്കാൻ വേണ്ടി, ആരുടെ ബുക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ബുക്ക് കൊടുക്കാനോ? പൂച്ച കണ്ണടച്ച് പാല് കുടിക്കാനോടി? അതേ മോനെ കുട്ടി.
ഈ പട്ടി മൂലും കുട്ടി നിന്റെ നില്ലടി ഇന്ന് എന്റെ കൈ കിട്ട അയ്യോ അയ്യോ ചേച്ചിമാരെ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ ഓടി വന്ന സമയത്ത് അറിയാണ്ടിരുന്നത് ചേച്ചി. ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. സോറി ചേച്ചി, അറിയുന്നില്ല. പിന്നെ ചേച്ചിമാർക്ക് എന്താ വേണ്ടേ? സോറി അല്ലാണ്ട്. നീ ആരോടാടി ഒച്ച കൂട്ടി സംസാരിക്കുന്നേ? ഒച്ച താഴ്ത്തി സംസാരിക്കേ. ഇപ്പൊ ഒച്ച താഴ്ത്തി സംസാരിക്കാൻ സൗകര്യം ഇല്ലെങ്കിലോ? ഈ ക്യാമ്പസ് എന്താ നിന്റെയൊക്കെ കുടുംബ സ്വത്താണ്. നീക്ക് പറയുമ്പോ നിക്കാനും പോവാനും. വന്ന് നോക്ക് നീ ഒന്ന്, അപ്പൊ അറിയാം എന്ത് ചെയ്യുമെന്ന്. ഹേയ്, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഇവിടെ നിന്ന് നടക്കുന്നത് ഇതൊരു ക്യാമ്പസ് ആണ്, അല്ലാതെ മാർക്കറ്റില്ല. ഞാൻ നിന്നോട് ചോദിച്ചോ അനു, എന്താ ഉണ്ടായേ? പറ. ഈ കുക്കിയും ഒന്ന് കൂട്ടിയിടിച്ചു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അസൈൻമെന്റ് പോയി. പക്ഷെ കുക്കി അപ്പോൾ തന്നെ അപ്പോളജൈസും ചെയ്താൽ വേണമെങ്കിൽ എഴുതി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അതൊന്നും പോരാ. ഞങ്ങളുടെ സീനിയർ കളിക്കാൻ വന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു കൊടുത്തു. അയ്യോ അല്ല സാർ, ഈ കുട്ടി കള്ളം പറയോ? Hey you! Stop it! I said stop it! ഇയാളെ കൂട്ടിയിട്ട് തന്നെയാണോ? അത് സാർ അല്ല. പിന്നെന്താ തന്റെ പ്രശ്നം? ഇയാൾ ആരെയാ കൂട്ടിയിടിച്ചേ? സാർ ഈ കൊച്ച് എന്നെയാണ് കൂട്ടിയിടിച്ചത്. ഇവർ ഇയാളെ കൂട്ടിയിടിച്ചില്ല, താൻ എന്താ ദേഷ്യപ്പെട്ടെ? ജെനി, ഐ എം ആസ്കിങ് യു, ഇവർ ഇയാളെയാണ് കൂട്ടിയിടിച്ചില്ല, താൻ എന്തിനാ ദേഷ്യപ്പെട്ടേന്ന്? അത് പിന്നെ സാർ അത് സാർ തനിക്ക് ഞാൻ ഒരുപാട് വാണിംഗ് തന്നതാണ്. തനിക്ക് ഹീറോയിസം കാണിക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഇത്. അങ്ങനെ വില വേണ്ടി താൻ തന്നെ വീട്ടിയിരിക്കണം. അതുകൊണ്ട് മനുഷ്യനെ മെനക്കെടുത്താൻ ഇങ്ങോട്ടല്ല വരേണ്ടത്. അണ്ടർസ്റ്റാൻഡ്? അദ്വിക, താൻ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ സാർ. അനന്ത, എന്തോക്കിയിരിക്കുക? ഗോ ടു യുവർ ക്ലാസ് റൂം. എല്ലാവരും ഒരു ക്ലാസ് റൂം പോകൂ. തന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞു ഈ കാര്യം പറഞ്ഞ എൻ്റെ പിറകെ വരരുതെന്ന്. താൻ എൻ്റെ പേഷ്യൻസ് എന്ന് വെച്ചാൽ കളിക്കുന്നത്. ഇനി താൻ ഈ കാര്യം പറഞ്ഞ എൻ്റെ പിറകെ വന്ന എനിക്ക് തന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. ജെന്നി, സ്റ്റോപ്പ് ഇറ്റ്. തനിക്ക് ലവ് അല്ല, ഒബ്സഷൻ ആണ്. എനിക്ക് തന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. അത് പറയാൻ നീ ആരാണ്? എന്റെ ഏട്ടന്റെ കാര്യം പറയാൻ നിന്റെ ആളാണ്. പറഞ്ഞു കൊടുക്കേട്ടാ റിലേഷനാണ്. അതെ, ഞാൻ റിലേഷനാണ്. എനിക്ക് പറ്റില്ല, എന്നെ പറ്റിക്കാൻ പറയുന്നു. ഇവിടെ നിന്നെ വിശ്വസിപ്പിക്കേണ്ട കാര്യോട് ആർക്കൂല. ശരിയാകാതെ ബോഡി. എന്നാ പിന്നെ ആരാണെന്ന് പറ, അവൾ ആരെന്ന് പറ. ബട്ട് വൺ കണ്ടീഷൻ, ഞാൻ ആളാണെന്ന് പറഞ്ഞാൽ എന്റെ ഏട്ടന്റെ ലൈഫിൽ നീ പൊക്കോണം. ഓക്കെ, അങ്ങനെ ആളുണ്ടെങ്കിൽ ഞാൻ മാറാം. ബട്ട് അതാരാണെന്ന് നീ പറ. ഓക്കെ, ഞാൻ ആളാരാണെന്ന് പറഞ്ഞാൽ നീ എന്റെ ഏട്ടന്റെ ലൈഫിൽ പോകുന്നു ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, ഇതാ എന്റെ സൈഡിലോട്ട് നോക്കൂ. എന്റെ അടുത്ത് തന്നെ ഇപ്പോണ്ട് അദ്വിക വിശ്വനാഥ്. ഇവളാണ് എൻ്റെ ഏട്ട പെണ്ണ്, അതായത് എൻ്റെ ഏട്ടത്തി അമ്മ. നീ നിന്റെ ഏട്ടൻ്റെ പിറകെ നടന്ന് കാണാൻ വരുന്നൊന്നുമില്ല. പിന്നെ പറഞ്ഞു മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായിക്കോ.
വിശ്വസിക്കടി, നീ സഹകരിക്കടി ഒന്ന്. അത് നീ പറയാൻ ഞാനെങ്ങനെ വിശ്വസിക്കുന്നേ? അവള് പറയട്ടെ. നിങ്ങളുടെ തെളിവുകളൊന്നുമില്ലല്ലോ. എന്ത് തെളിവാണ് നിനക്ക് വേണ്ടത്? ഞാൻ തന്നാ മതിയോ? എന്നാ കേട്ടോ, ഈ നിൽക്കുന്നത് എൻ്റെ ആളാണ്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ ആൾ. ഇനി നിന്റെ പിഴച്ചാളുകൊണ്ട് ഇദ്ദേഹത്തെ നോക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ നീ ഒന്ന് നോക്ക്, അപ്പോ അറിയാം എന്താവും. നിനക്ക് എത്ര ധൈര്യമുണ്ട് നിന്നെ ഞാൻ എന്ന്. തൊട്ട് പോവാത്തന്റെ പെണ്ണിനെ. ഇനി നിന്റെ കൈ എന്റെ പെണ്ണിന്റെ ദേഹത്ത് മുതിർന്നെന്ന് ഞാൻ അറിഞ്ഞാൽ അപ്പോ നീ അറിയും ആരാണ് ഈ അർണമ്മയെന്ന്. അദ്വിക, വാടി ഇവിടെ. നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ. ഇനി എന്റെ ഏട്ടന്റെ ഏട്ടത്തിന്റെ പിറകെ നടന്ന് അറിഞ്ഞ ഞാൻ ആരാണെന്ന് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് അത് അതെന്റെ കൈ കഴിപ്പിച്ചത്. നിന്റെ സമയം തുടങ്ങിയിരുന്നത് കാരണം